ഞങ്ങളായിട്ട് അതാ വാക്കന്റെ പൊന്നുമോള ഒന്നാതാണ് ഇവിടുത്തെ ഈ ചുമ്മാ പറയുന്ന പോലത് അങ്ങനെ വേറൊരാളോട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലേ അതറിയാൻ പറ്റത്തുള്ളൂ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല മോളെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നുമോള് പോയി ജീവിക്കാൻ നോക്ക്. നീ അത് മനസ്സിൽ നിന്ന് കള. നീ ഒന്ന് പറഞ്ഞാ കേട്ട് കള. അവന്റെ ജീവിക്കണ്ട. ഞാൻ വിട്ടു. ഉമ്മയുടെ മോനിനി ശല്യം ചെയ്യാൻ ഞാൻ പോവുക. എന്താളെ? ഞാൻ പോവുക അമ്മ. ശല്യമായിട്ട് വരത്തില്ല. പോവുക. ഉമ്മയുടെ മോന്റെ കൂടെ ജീവിക്കണോന്ന് ഞാൻ വിചാരിച്ച, അല്ലാതെ വേറൊരുത്തിന്റെ കൂടെ ജീവിക്കണോന്നല്ല ഞാൻ വിചാരിച്ചതുകൊണ്ട് കുടുംബത്ത് ഞാൻ ആർക്കെങ്കിലും വല്ല ശല്യം ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ലേ ഹസ്കാർന്ന് പറഞ്ഞോളൂ. അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും നാളും എന്നെ കൊണ്ട് നടന്നിട്ടല്ലേ. ഒരു കുഞ്ഞിനെ വരെ തന്ന കാര്യം ഉമ്മാക്ക് അറിയാണ്ട്. എന്നിട്ട് ഞാൻ എങ്ങനെ വേറൊരുത്തിന്റെ കൂടെ ആവശ്യമുള്ള സമയത്തൊക്കെ എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എന്നെ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞുകൂടാത്തതാ എങ്കിലും പറയുക. ഞാൻ മരിച്ചുപോയ ഒരിക്കലും ഈ കുഞ്ഞ് ഞാൻ പുറത്ത് തരത്തില്ല. അതേപോലെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പയ്യൻ പോലും കാണാക്ക് വരരുത്. എന്റെ പൊന്നു വാപ്പിച്ചോ, എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്ത് എടുക്കുന്നു കേട്ടാ. അതായത് ഈ അഫയർ, ഞാൻ ചോദിച്ച അഫയർ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും, ഉള്ളതാണോ എന്നുള്ള അഫയറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്ന പറഞ്ഞാൽ ആണ്. വോയിസ് റെക്കോർഡ് വേണമെങ്കിൽ അവൾക്ക് ഇട്ട് കൊടുക്കാം. അവളെ ഫോട്ടോ അല്ല, റംസി ഒരു ദിവസം കാർബാത്ത് സർവീസ് സെൻറ്ററിൽ അവനെ കാണാനായിട്ട് ചെന്ന് ഫോൺ മേടിച്ച് നോക്കിയപ്പോഴത്തേക്ക് മൈസോള എന്ന് പറഞ്ഞ് എന്താണ്ട് അടിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യമാണ് റംസി. എന്താ അടിച്ചിട്ടിരിക്കുന്നത് കണ്ട് അപ്പോഴത്തേക്ക് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് അങ്ങനെ കണക്കാ കാര്യം പറഞ്ഞു. അവരെ വാപ്പായും ഉമ്മായും നല്ല സഹകരണമാണ്, നല്ല സംസാരവും കാര്യങ്ങളുമാണ്. അത്യാവശ്യം കാശുള്ള വീട്ടിലെയാണ്. ഞാൻ ഇത് തുടങ്ങി കുറച്ച് കടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഒന്നൊരു കാര്യം ചെയ്യ്. അവളെ കല്യാണം കഴിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് നിന്നെ കെട്ടാൻ ഞാൻ. നിന്നെയും വേണം, എനിക്ക് അവളെയും വേണം. ആ അവസ്ഥയാണ്. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യ എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ഇരിക്കെ ഞാൻ വണ്ടി ഓട്ടത്തിലായിരുന്നു. ഒരു 11 ടൈമിൽ ആരിസിൻ്റെ ഫോൺ കോൾ എനിക്ക് വന്ന് മെനഞ്ഞാന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കൈ മുറിച്ചോ വീഡിയോ കോളോ എന്തോ ചെയ്ത് ഫോട്ടോ കണ്ട് ആരിസിൻ്റെ ഫോണിൽ അയച്ചു കൊടുത്ത് ഒന്ന് പെട്ടെന്ന് അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞു.